നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് CJPയുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടും എക്സ്പോസ്റ്റിലൂടെ പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേരത്തെ ഒരു യോഗത്തിൽ അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. ഇപ്പോൾ ഇത് എക്സ്പോസ്റ്റിലൂടെ വീണ്ടും ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുകയാണ്. പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ഈ ഒരു വിഷയത്തിൽ പാർലമെന്റിലും തർക്കങ്ങൾ ശക്തമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നത്. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി മറ്റൊന്നുമില്ല എന്നായിരുന്നു പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. യുവാക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി രാജ്യത്ത് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചതായും പ്രധാനമന്ത്രി. കുറ്റവാളികൾക്ക് അതിവേഗത്തിലും കഠിനവുമായ ശിക്ഷ ഉറപ്പാക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അടിയന്തര നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും കർശന നിർദ്ദേശം നൽകിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ല. ചോദ്യപേപ്പർ ചോർച്ച കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നേരത്തെ ഒരു യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യം ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് പ്രധാനമന്ത്രി പറഞ്ഞതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് അറിയിച്ചത്. നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ സമാനമായ കാര്യം തന്നെയാണ്. ഈ സംഭവത്തിൽ ഉത്തരവാദികൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണമെന്നാണ് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയത്. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടെ സർക്കാർ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്നുവെന്നും ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. NDA പാർലമെന്ററി പാർട്ടി മംഗൾ മിലാൻ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തെക്കുറിച്ച് അറിയിച്ചത്. പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്കെതിരെ ഉന്നത അഭിഭാഷകരുമായി കൂടി ആലോചിച്ച് കർശന നടപടി സ്വീകരിക്കണം. പേപ്പർ ചോർച്ച ദേശീയ ആശങ്കയുള്ള വിഷയമാണ്. രാഷ്ട്രീയവൽക്കരിക്കരുത്. പേപ്പർ ചോർച്ച നടക്കുന്നിടത്തെല്ലാം കേന്ദ്രം മാത്രമല്ല സംസ്ഥാനങ്ങളും കർശന നടപടി സ്വീകരിക്കണം. എന്തായാലും ഈ യോഗം വളരെ ഫലപ്രദമായിരുന്നു. പ്രധാനമന്ത്രി എല്ലാ അംഗങ്ങൾക്കും നിരവധി സുപ്രധാന വിഷയങ്ങളിൽ മാർഗനിർദ്ദേശം നൽകിയെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തുകയാണ്. അദ്ദേഹം രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ആവശ്യം, പ്രതിഷേധം അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. അദ്ദേഹം വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഒക്കെ നടത്തുന്നുണ്ട്. CJPയുടെ ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നതാണ്. കഴിഞ്ഞ ദിവസം JP നദ്ദയും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹം നിർണായകമായ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. എന്തായാലും CJP ഒരു പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ഈ പ്രതിഷേധത്തിനരികിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും രാജ്യ തലസ്ഥാനത്തെ ഈ ഒരു പ്രക്ഷോഭം ശക്തി പ്രാപിക്കുകയാണ്. അതിനിടയിൽ വിദ്യാർത്ഥികൾ ചൂഷണം ചെയ്യപ്പെടുക കൂടിയുണ്ട്. അതിൻ്റെ കൂടി ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. ഇത്തരത്തിൽ ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ലാത്തി കൊണ്ട് അവരെ ഉപദ്രവിക്കുക, അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തഴുകുക, തടവുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അവർക്കെതിരെ ഉയരുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ആക്രമിച്ച ഒരു വനിതാ പ്രവർത്തകയുടെ ചെകിട്ടത്ത് പോലീസ് അടിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ചെകിടടിച്ച പോലീസിനെതിരെ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ആ റിപ്പോർട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. വിശദമായി നോക്കാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു യുവതിയുടെ ചെകിടത്തടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിനിടെ പ്രതിഷേധക്കാരുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ജന്തർ മന്ദർ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റിയിരിക്കുകയാണ്. അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ സന്ദീപ് ലാംബയെയാണ് ജന്തർ മന്ദർ ഡ്യൂട്ടിയിൽ നിന്നും നീക്കിയത്. സ്റ്റേഷൻ ചുമതലയിലേക്ക് തിരിച്ചു കയറാൻ ലാംബയ്ക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. യുവതിയുടെ മുഖത്തടിച്ച നടപടിയിൽ സന്ദീപ് ലാംബയ്ക്കെതിരെ കടുത്ത വിമർശനം ഉയരുകയാണ്. അതിനിടയിലും പോലീസ് ഒരു പരസ്യ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ നടത്തിയില്ല, അപലപിച്ചതുമില്ല. ഇതേ ഉദ്യോഗസ്ഥനാണ് വിദ്യാഭ്യാസ വിദഗ്ധയും സോനം വാങ്ചുക്കിന്റെ ഭാര്യയുമായ ഗീതാഞ്ജലി വാങ്ചുക്കിനെ അടിക്കാൻ ട്രക്കിന് മുകളിൽ കയറിയതെന്നും പിന്നീട് അവരുടെ മുടി പിടിച്ച് വലിച്ചിഴിച്ചതെന്നും കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആരോപിച്ചിരുന്നു. നേരത്തെ പോലീസ് സേനയിൽ തുടരാൻ ഇയാൾ മാനസികമായി യോജിച്ചയാളല്ല എന്നാണ് അഭിജിത് ദീപ്കെ വിമർശിച്ചത്. സന്ദീപ് ലാംബയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് MP മെഹുവ മൊയ്ത്രയും രംഗത്തെത്തിയിരുന്നു. തൊഴിൽ മാത്രമല്ല അയാൾ ചെയ്യുന്നത്, ഇത്തരം ക്രൂരന്മാരെ തിരിച്ചറിഞ്ഞ് പരസ്യമായി അപമാനിക്കുകയും സാമൂഹികമായി ബഹിഷ്കരിക്കുകയും ചെയ്തുവെന്ന് ഉറപ്പാക്കുകയും നിയമ നടപടിക്ക് വിധേയരാക്കുകയും വേണം. ഇതിൽ ആദ്യത്തെയാൾ സന്ദീപ് ലാംബയാണ്. അമിത്ഷായുടെ യൂണിഫോം ഇട്ട ഗുണ്ടകളുടെ യഥാർത്ഥ മുഖമാണിതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വിമർശിച്ചു.
സമരങ്ങളെക്കുറിച്ച് പ്രതികരണവുമായി പ്രമുഖർ വരുന്നുണ്ട്. അതിൽ ഒരു പ്രമുഖന്റെ ഒരു പ്രതികരണത്തിലേക്ക് റാപ്പർ വേടൻ പ്രതികരിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രതിഷേധത്തെ രാജ്യവിരുദ്ധ പ്രക്ഷോഭമായി മാറ്റാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് റാപ്പർ വേടൻ. മോശം വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെയും സർക്കാരിനെതിരെയുമാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. ജനാധിപത്യ വിശ്വാസികളായ ആർക്കും ഈ സാഹചര്യത്തിൽ വെറുതെ ഇരിക്കാനാകില്ല. കല ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടുന്ന ഒന്നാണ്. അതിലൂടെ പറയുന്ന ആശയങ്ങളും രാഷ്ട്രീയവും കൂടുതൽ ആളുകളിലേക്ക് എത്തുമെന്നും താൻ അത് ഉപയോഗിക്കുകയാണെന്നും വേടൻ പറഞ്ഞു. വിദ്യാർത്ഥി പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നവർക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം, അതിനെതിരെയും വേടൻ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. വേടൻ പറയുന്നത് സൈബർ ആക്രമണം ഒരു പ്രൊപ്പഗേണ്ടയാണെന്നും തനിക്കും തെറിവിളി നിറഞ്ഞിരിക്കുകയാണ്. ഇത് സാധാരണമായി മാറി അതൊക്കെ കടന്നു വരിക എന്നതാണ്, പോരാടുക എന്നതാണ് ചെയ്യേണ്ടതെന്നും വേടൻ വ്യക്തമാക്കി. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് കൊച്ചിയിൽ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. റാപ്പർ വേടന്റെയും ഗബ്രിയുടെയും നേതൃത്വത്തിൽ ഇന്നലെ പനമ്പള്ളി നഗറിൽ പാട്ടും പ്രതിഷേധം എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. എഴുത്തുകാരായ NS മാധവൻ, KR മീര, നടൻ ജോജു ജോർജ്, സംവിധായകൻ ആഷിഖ് അബു, രഞ്ജിനി, ഹരിദാസ് തുടങ്ങിയവർ മഹാരാജാസിൽ വെച്ച് നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കവേ വേടൻ ആവശ്യപ്പെട്ടു. പരാജയപ്പെട്ട നയങ്ങൾക്ക് ജനാധിപത്യ രാഷ്ട്രത്തിൽ സ്ഥാനമില്ലെന്നും വേടൻ പറഞ്ഞു. അതേസമയം ഈ പ്രതിഷേധക്കാർക്കെതിരെ ഉണ്ടാകുന്ന പോലീസ് അതിക്രമത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോടതി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. കോടതി പറയുന്നത് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്കെതിരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയത് രാജ്യത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചതാണെന്ന് ഡൽഹി ഹൈക്കോടതി. പോലീസിന്റെ അതിക്രമം സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കവെയാണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. വിഷയത്തിൽ ഡൽഹി പോലീസിനും കേന്ദ്ര സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രസക്തമായ തെളിവുകൾ സംരക്ഷിക്കുക എന്ന നിർദ്ദേശവും കോടതി നൽകിയിരിക്കുകയാണ്. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരും ഡൽഹി പോലീസിനും കേന്ദ്രത്തിനും വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ S രാജുവും തമ്മിൽ രൂക്ഷമായ തർക്കമാണ് കോടതിയിൽ അരങ്ങേറിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദത്തിനിടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു, അതുമാത്രമല്ല ആണിയടിച്ച ലാത്തികൾ പോലീസ് ഈ ഒരു പ്രക്ഷോഭക്കാരെ ഓടിക്കാനായി ഉപയോഗിച്ചു. ഹർജിക്കാരുടെ അഭിഭാഷകർ ഇത്തരത്തിൽ വാദങ്ങൾ മുന്നോട്ട് വെച്ചു. ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിൽ നെയിം പ്ലേറ്റുകൾ ഉണ്ടായിരുന്നില്ല. ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന 110 വീഡിയോകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും അഭിഭാഷകർ വാദിച്ചു. പ്രതിഷേധക്കാർ അക്രമാസക്തരായിരുന്നുവെന്നും പോലീസുകാർക്ക് പരിക്കേറ്റുവെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ S രാജു വാദിച്ചു. മാധ്യമ ശ്രദ്ധ കിട്ടാനും പ്രസിദ്ധിക്കും വേണ്ടിയാണ് ഹർജികൾ നൽകിയതെന്നായിരുന്നു കോടതിയെ അറിയിച്ചത്. എന്നാൽ ഈ വാദത്തെ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ അധ്യക്ഷനായ ബെഞ്ച് ചോദ്യം ചെയ്തു. ഇത് പ്രസിദ്ധിക്ക് വേണ്ടിയുള്ള ഹർജിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നായിരുന്നു ബെഞ്ചിന്റെ ചോദ്യം. എന്തായാലും പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിനിടയിൽ ചില മുതലെടുപ്പുകൾ കൂടി ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം, നീറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അത് പരിഹരിക്കപ്പെടുക തന്നെ വേണം. അതിനുവേണ്ടി വിദ്യാർത്ഥികൾ അടികൊള്ളുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധത്തെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനാകില്ല. പക്ഷെ അതിൻ്റെ മറവിൽ നടക്കുന്ന ചില മുതലെടുപ്പുകളെയും തിരിച്ചറിയേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.